ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തോടെയാണ് മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് വിവിധ മത സാമുദായിക നേതാക്കളുമായും കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം അത്താണിയിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുന്നത്. വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, പദയാത്ര തുടങ്ങിയ അന്നു മുതൽ തന്നെ പ്രൗഢോജ്വലമായ സ്വീകരണമാണ് പലയിടങ്ങളിലും നടക്കുന്നത്. ഇന്ന് ചാലക്കുടി മണ്ഡലത്തിലാണ് ഈ പര്യടനം നടത്തുന്നത്. ഈ മാറ്റത്തിന്റെ ശംഖുലി മുഴക്കിക്കൊണ്ട് നടക്കുന്ന ഈ പദയാത്രയെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മാറ്റത്തിൻ്റെ ശംഖുലി തന്നെയാണ് ഈ പദയാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ മാറ്റമായിരിക്കും ഈ ഒരു പദയാത്ര കഴിയുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഉണ്ടാവുക എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം ഇന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം ആരംഭിക്കുന്നത്. അതിനുശേഷം വിവിധ പരിപാടികളാണ് ഇന്ന് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പര്യടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. 10:30 വിവിധ മത മേലധ്യക്ഷന്മാരുമായി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മത പുരോഹിതന്മാരുമായും മത നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇവരുമായി ചർച്ച നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വൈകുന്നേരത്തോടു കൂടി അത്താണിയിലാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഇടുക്കി ജില്ലയിൽ നടന്ന പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരും പൊതുസമൂഹത്തിൽ നിന്ന് നിരവധി പേരും BJPയുടെ ഭാഗമാക്കുന്നു. പദയാത്രയെ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ആദ്യഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പദയാത്ര സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പദയാത്ര 4ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി 5ാം ഘട്ടത്തിലേക്ക് പദയാത്ര എത്തുന്നതോടുകൂടിയാണ് പദയാത്ര അവസാനത്തിലേക്ക് എത്തുക. പാലക്കാട് ജില്ലയിലാണ് പദയാത്രയുടെ പരിസമാപനം ഉണ്ടാവുക. ഒപ്പം ഇതിനിടയിൽ നേരത്തെ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം അല്ലെങ്കിൽ പദയാത്ര ഒഴിവാക്കിയിരുന്നു. അത് ഏറ്റവും അവസാനം ആ ഒരു പദയാത്ര നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയേക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യത ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാണുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയതും ഇത്തരത്തിൽ തന്നെയാണ്. അവസാന ആ ഒരു തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശത്തിന് പ്രധാനമന്ത്രി തന്നെ ഈ ഒരു പദയാത്രയുടെ കൊട്ടിക്കലാശത്തിന് എത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നാലും വിവിധ കോണുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് ഈ പദയാത്രയിൽ ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിൽ തന്നെയാണ് ഈ പദയാത്രയിലേക്ക് ഒഴുകിയെത്തുന്ന പ്രവർത്തകരുടെ സാന്നിധ്യം. ഒപ്പം തന്നെ നിരവധി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നിരവധി പേർ പാർട്ടിയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച, ദേശീയധാരയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനിടയിൽ തന്നെ പല ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കുമ്പോൾ ആയിരക്കണക്കിന് പേർ പാർട്ടിയുടെ ഭാഗമാകുന്നു. പുതുതായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് BJPയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ BJPയെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന ഈ പദയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യവും ഇതിലൂടെ ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് എടുത്തു പറയേണ്ടതുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഈ പദയാത്ര നടക്കുന്ന എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ശക്തമായ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സംഘടനാ തലത്തിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഈ പദയാത്രയുടെ പരിസമാപ്തി കുറിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. വി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.